ഹായ് ഓൾ, നമ്മുടെ ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിതാ ഇവിടെ നമ്മുടെ അപ്ഡേറ്റ്സ് ആണ് കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ തോട്ടത്തിലെ അപ്ഡേറ്റ്സ് എന്തൊക്കെ ആയിട്ടുണ്ടെന്നുള്ളത്. ഇവിടെ നമ്മുടെ കോവൽ പൂത്തി കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ 2-3 ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതിലും കായൊക്കെ വലുതായി. അതുപോലെ തന്നെ നമ്മുടെ പാവലിൽ പൂ കുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ മല്ലി ആവാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാം കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതും അതുപോലെ തന്നെ നമ്മുടെ ചീരയാണ്, ചുവപ്പ് ചീരയുണ്ട്, പാലക്കമുണ്ട്. നമുക്ക് ജസ്റ്റ് നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അതായത് പച്ചമല്ലിയാണ്. ഇതിനി ഉണങ്ങിയിട്ട് വേണം നമുക്ക് ഇതിലെടുക്കാൻ. ഒരുപാടൊന്നുമില്ല, എന്നാലും നമുക്ക് കിട്ടുന്ന ആട്ടയെന്ന് കരുതിയിട്ടാണ്. ഇതായത് കണ്ടോ, ഇതൊരു കളർ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതിന് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അത് ഉണങ്ങിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ കറിവേപ്പാണ്. ഇത് നിങ്ങളെ ഞാൻ ആദ്യം കാണിച്ചതായിരുന്നു. ഇത് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് വീണ് അതിൻ്റെ കൊമ്പെല്ലാം ഒടിഞ്ഞിട്ട് അത് അവിടുന്ന് പൊട്ടിക്കളത്ത് വന്നതാണ്. അത് വീണ്ടും അതിൻ്റെ ഇലയെല്ലാം പോയി നിൽക്കുകയായിരുന്നു. പക്ഷെ നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് അത് തളർത്ത് വന്നു. ഇപ്പം എല്ലാ ശിഖരത്തിലും ഉണ്ട്, നല്ലതായിട്ട് ഇലയായിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മുരിങ്ങയാണ്. മുരിങ്ങ വീണ്ടും പൊട്ടിക്കളർത്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ മുല്ലയാണ്. മുല്ലയും അതുപോലെ തന്നെ നിറയെ മുട്ടയിട്ട് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ ഒരു ഫീലാണ്. ഇത് നമ്മുടെ ലെറ്റൂസാണ്. അതുപോലെ ഇത് നമ്മുടെ സുക്കിനിയാണ്. നമ്മുടെ ചീര ഉണ്ടോ, ചീര കുറച്ചൊന്ന് ഇത്തിരി വളം ഇട്ട് കൊടുത്തേ പിന്നെയാണ് കേട്ടോ ഇച്ചിരി ഒന്ന് പുഷ്പിച്ച് വന്നത്. അല്ലെങ്കിൽ വളരെ പരിതാപകരമായിരുന്നു ഇതിൻ്റെ അവസ്ഥ. അതുപോലെ തന്നെ നമ്മുടെ പയറും അതുപോലെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒന്ന് പൊങ്ങി വരാൻ. ഇതായിരുന്നു നമ്മുടെ മുരിങ്ങയുടെ 1 വീക്ക് മുമ്പുള്ള സ്ഥിതി ഇതായിരുന്നു കേട്ടോ. ജസ്റ്റ് പൊട്ടിക്കിളർത്ത് വരുന്നതേ ഉള്ളായിരുന്നു. ഇത് വെച്ചപ്പോൾ ഞാൻ കരുതിയില്ല കേട്ടോ ഇങ്ങനെ മുളയ്ക്കുമെന്ന്. കുറച്ചുകൂടെ പൊട്ടിക്കിളർത്ത് വരും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. കാരണം അതിന് മൊത്തം ഉണങ്ങി നിൽക്കുകയായിരുന്നേ. അതുപോലെ ഇവിടെ നമ്മളത് കുഞ്ഞ് ബന്ധിച്ചെടി വെച്ചിട്ടുണ്ട്. നമ്മുടെ കൊങ്ങിണി എന്ന് പറയും. ഇതുപോലെ മുളക് ഇത് നമ്മൾ വാങ്ങി വെച്ച മുളകാണ്. അതുപോലെ ഇവിടെ കോണുണ്ട്, കോണൊക്കെ പൂവായിട്ടുണ്ട്. അതുപോലെ ഇത് നമ്മുടെ ലൗക്കിയാണ്, നമ്മുടെ ചൊരക്കയാണ്. അതും ഇതുപോലെ തന്നെ കുറച്ച് മുകളിലേക്കായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ താഴെ കായ്കളുണ്ടായി വരുന്നുണ്ട്. പക്ഷേ ഞാനതെല്ലാം നുള്ളി കളയും. കാരണം എന്ന് വെച്ചാൽ നമുക്കത് വേണ്ട. അത് ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് മുകളിലേക്ക് പോകാൻ പാടായിരിക്കും. ഇത് നമ്മുടെ ചേട്ടൻ്റെ തലകീഴായിട്ടുള്ള തക്കാളി കൃഷിയാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇംഗ്ലീഷ് ലാവൻഡർ ആണ്. നല്ല സൂപ്പർ മണമാണ്. ഈ പൂവിൻ്റെ പേര് നമുക്കറിയത്തില്ല. അപ്പോൾ ഇത് നമ്മുടെ സുക്കിനിയാണ്. ഈ സുക്കിനി നമ്മുടെ നാട്ടിലെ പടവലങ്ങയുടെ ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇത് ഈ ചെടിയുടെ താഴ്ഭാഗത്താണ് ഉണ്ടാകുന്നത്. ഇത് ഉണ്ടാവാൻ തുടങ്ങിയാൽ ഒരുപാട് കായ്കൾ ഉണ്ടാകും കേട്ടോ ഇതിൽ. അതുപോലെ തന്നെ ഇത് തോരൻ വെക്കാനും അതുപോലെ നമുക്ക് ചാറുകറി വെക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.